ഞാൻ ആര്യെ വിളിച്ച് പറഞ്ഞായിരുന്നടാ. അല്ല അവളൊന്നും ഓഫീസിൽ വന്നിട്ടില്ലല്ലോ. എന്തായാലും ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കണമൊന്നുമില്ല. വിളിച്ച് പറഞ്ഞു തന്നു. ശരിടാ. ഓക്കെ, ഞാൻ വിളിക്കാം. എന്താണ് ഓഫീസിൽ വിളിച്ചാണോ? ഓ എന്താ? അല്ല, നിനക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. ചെറിയ കാര്യത്തിൽ പോലും എടുത്തു കിടന്ന ഒരാളാണ് അല്ലേ? അപ്പം നിന്റെ കാര്യമാകുമ്പോൾ എന്തായിരിക്കും ആവേശം? നിനക്കൊരു കാര്യം വരുമ്പോൾ അച്ഛത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യണത്. അതാലോചിക്കണം. അമ്മ എൻ്റെ കാര്യത്തിൽ എന്തിനമ്മ ഇത്ര തിടുക്കം? അച്ഛൻ പറഞ്ഞിട്ടില്ലേ, ഒരു വലിയ ആൾക്കാരാ. ഞാൻ ഒരിക്കലും അത് യോജിക്കാത്ത ഒരാളല്ലേ. നമുക്ക് അങ്ങനത്തെ ബന്ധം വേണം, നമുക്ക് സാധാ ബന്ധം മതി. എടാ, ഈ വലിയ ആൾക്കാരാണെങ്കിൽ എന്താ കുഴപ്പം? എന്താ വലിയ ആൾക്കാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറയട്ടെ, നീ ഇവിടെ പെണ്ണ് കാണാൻ പോയിട്ടുള്ളത് അങ്ങനെ വലിയ ആൾക്കാർ ചെറിയ ആൾക്കാർ എന്ന് നോക്കിയിട്ടാണോ? പണം നോക്കിയിട്ടാണോ നീ പെണ്ണ് കാണാൻ പോയത് ഇതുവരെ? അച്ഛൻ പറഞ്ഞിട്ട് ഇനി എന്തൊക്കെ പറയുന്നു എനിക്ക് അറിയില്ലമ്മ. സംസാരം നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കല്ലേ. അങ്ങോട്ട്, ഞാൻ അങ്ങോട്ട് വന്നോളാം. നിങ്ങൾ എന്താണ് സംസാരിച്ചോ? പക്ഷെ തീരുമാനം 1 മണിക്കൂറിന് എനിക്കറിയണം. എന്താണ് 1 മണിക്കൂറിനുള്ള ഇറങ്ങണം, 2 മണിക്കൂറിനുള്ള ഇറങ്ങണം? ഇവിടെ എല്ലാത്തിനും സമയം നിഷ്ഠയാണ്. അത് അപ്പുറത്തിരിക്കണവൻ്റെ മനസ്സ് വേദന വിഷമം ഒന്നുമില്ല, അത് നോക്കൂല്ല. അതിനാണ് 1 മണിക്കൂർ സമയം. 1 മണിക്കൂർ കഴിഞ്ഞാൽ എഞ്ചിനീയറോട് ഞാൻ പറയും എൻ്റെ മോന് ഈ ബന്ധത്തിൽ താല്പര്യമില്ലാന്ന്. പിന്നെ അങ്ങനെ മുമ്പ് തലവനിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, എനിക്ക് അത് പോട്ടെന്ന് ചെയ്യും. എന്തിനിപ്പോൾ ചാടിക്കയറി താല്പര്യം ഇല്ല എന്ന് പറയാൻ പോണേ? നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കല്ലേ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. എനിക്ക് 1 മണിക്കൂറിനകം ഈ കറക്റ്റ് കാര്യങ്ങൾ അറിയണം. അമ്മ പറഞ്ഞിട്ട് പോയതാണ്ടാ. ഇങ്ങനെയാണ് ഞാൻ ഉറപ്പായിട്ട് പെണ്ണാണ് വരാം. 5-6 ഉറപ്പായിട്ട് ഞാൻ വരും കേട്ടാ. ഇങ്ങനെയാണ് ഞാൻ വരാം. അച്ഛാ, ഡെസ്പായിട്ടിരിക്കണേ. നീ വാജ ചുമ്മാ മക്കളെ കാലിട്ട് തലേ കയറ്റി വയ്ക്കണ ആകെ പ്രശ്നം. ഇന്നല്ലേ എന്തായി അമ്മയും മോനും തമ്മിലുള്ള ചർച്ച എങ്ങും എത്തിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, 1/2 മണിക്കൂർ എനിക്ക് എന്താണെന്ന് വെച്ചാൽ വിവരം കിട്ടണം. കളിക്കല്ലേ. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പറയാനൊക്കെ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇടാ, നീ എന്തിനാണ് ആൾക്കാരെ ഓടിപ്പോണത്? ബാലു അങ്ങനെയല്ലടാ, ആൾക്കാരെ നേർക്ക് നേരെ ഫേസ് ചെയ്യും. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്നത് ചേട്ടന് സങ്കടമാകത്തേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടെ ആലോചിച്ചൊരു സൊല്യൂഷൻ കണ്ടെത്താ. പെണ്ണ് കാണാൻ പോവാ. പെണ്ണ് കാണാൻ നീ പോവാടാ. അടിച്ച് പറ്റിച്ചതുണ്ടല്ലേ. എന്തോന്നും ആലോ മിണ്ടാതിരിക്കേ. അടിച്ചു പറ്റിച്ച് കളയും. എന്താ കൊച്ചുകുട്ടിയാ അടിച്ചു പറ്റിക്കാനായിട്ട്? അവൻ വലുതല്ലേ, അവനെ കൊണ്ട് നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അത് ശരിയാണ്ടോ അച്ഛാ? ഈ കാര്യത്തിൽ ചേട്ടന്റെ കംഫർട്ട് കൂടെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഓഹോ, അപ്പൊ നല്ല അഭിപ്രായങ്ങളാണ് ചുറ്റിന് പറഞ്ഞത്. അപ്പൊ കേക്കട്ടെ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അച്ഛൻ ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഒന്നും കേൾക്കാൻ നിൽക്കണ്ട. ചേട്ടന്റെ മാത്രം അഭിപ്രായം കേട്ടാൽ മതി. അതവൻ പറയട്ട്, ഞാൻ എന്ത് ചോദിച്ചാലും അവൻ അടിക്കാൻ നിൽക്കല്ലേ. ദേഷ്യത്തിന് പുറത്തോ എല്ലാം അങ്ങനെ ചുമ്മാ കയറി വിളിച്ചു പറയല്ലേട്ടാ. ഇപ്പൊ എന്താണ്, എല്ലാവർക്കും എന്റെ തീരുമാനം അറിയണം. അറിയണം. എന്റെ തീരുമാനം കേട്ടോ. എനിക്ക് ഈ പെണ്ണ് കാണാൻ വരാൻ വയ്യ. എനിക്ക് ഇത് മാത്രമല്ല, ഇനി എപ്പോഴാണ് പെണ്ണാണെങ്കിൽ താല്പര്യമില്ല. പിന്നെ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഒന്ന് പറയാം, അത്ര ഉള്ളൂ. നിന്റെ തീരുമാനം പറഞ്ഞല്ലേ, എന്നാ എന്റെ തീരുമാനം കേട്ടോ. നിന്റെ കല്യാണക്കാരോ പെണ്ണ് കാണല്ലോ ഞാൻ ഇനി ഇടപെടില്ല. അഥവാ നിന്റെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ നീ വിളിച്ച ഞാൻ വരും. മാറി ഒളിഞ്ഞു നിന്ന് നിന്റെ താലി കെട്ടി ഞാൻ കാണും. ഉണ്ടാതെ സദ്യ ഉണ്ടുകൊണ്ടും ഉണ്ടാതെ ചെവി അറിയാതെ തിരിച്ചു പോകും. എന്താണെന്നറിയാമോ, ഒരു അച്ഛനാണ്. നിന്റെ താലി കെട്ടി കാണണമല്ലേ. പിന്നെ നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ പുല്ലൊന്നും കാണണ്ട, അങ്ങ് ഓട്ടം ചെയ്യും. പറഞ്ഞു പറഞ്ഞു. വിഷ്ണുവേ, എന്താ അമ്മ? വിഷ്ണുവേ, എടാ, നിന്റെ ഭാവിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാണ്. അതിനിപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം ഒന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ എൻ്റെ അഭിപ്രായമാണെങ്കിൽ പോലും. അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ എനിക്ക് വിഷമമാണത്.
എടാ ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു തീർക്കണതാ. സ്വന്തം മകൻ കല്യാണം കഴിക്കില്ല എന്ന്, അതും ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറയുമ്പോൾ ഒരമ്മയ്ക്ക് വിഷമം ഉണ്ടാവൂലേ? എങ്കിലും നിന്നോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ പറയടാ, പറയടാ.